ഹലോ വീട്ടമ്മാസിലേക്ക് വീണ്ടും എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പൊട്ടറ്റോ ചീസ് ബോൾസ് ഉണ്ടാക്കണം എന്നുള്ളത്. അതിന്ന് എന്തായാലും നടന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടമ്മാസിൽ കൂടി പൊട്ടറ്റോ ചീസ് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ ചീസ് ബോൾസിന് എന്തായാലും പൊട്ടറ്റോ മസ്റ്റാണല്ലോ. അപ്പോൾ ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഉടയ്ക്കണം, ഒട്ടും തന്നെ കഷ്ണങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പം നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചാലും മതി. എന്തായാലും നമ്മൾ കൈ യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതൊന്ന് നമുക്ക് കുഴച്ച് ചപ്പാത്തിയുടെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ്, അതായത് പാകത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടുന്നത് പൊടിയാണ്. ഒന്നീ മൈദ മാവ് വേണം, അല്ലെങ്കിൽ കോൺഫ്ലോർ വേണം. ഇത് രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ച് ചപ്പാത്തിയുടെ ആ ഒരു മാവ് കുഴച്ചെടുക്കത്തില്ല, അതിന് എത്ര ആ രീതിയിൽ കുഴയ്ക്കാൻ പാകത്തിനുള്ള മൈദ ആയാലും കോൺഫ്ലോർ ആയാലും ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. കാരണം ഉരുളക്കിഴങ്ങിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലൂസായി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. മൈദമാവ് ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി കുഴച്ച് ഈ ഉരുളാക്കി എടുക്കുക. അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ കുറച്ച് നമുക്ക് എണ്ണയും കൂടി ഒഴിച്ച് വെക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് കുഴച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടുന്ന ചീസാണ്. ഇവിടെ മോസറല്ല ചീസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിസ്സയിലൊക്കെ ഉപയോഗിക്കുന്ന ചീസില്ലേ, ഇങ്ങനെ വലിഞ്ഞ് വരാൻ. അപ്പോൾ അത് നമുക്കിതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കണം. കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ട് ഈ കുഞ്ഞു കഷ്ണം ചീസ് വെച്ച് കൊടുക്കുക. ഒരുപാട് വലിയ കഷ്ണം, നമുക്ക് ഒരുപാട് ചീസ് വേണമെന്ന് വെച്ചിട്ട് വലിയ കഷ്ണമൊന്നും ആക്കി വെക്കരുത്. കാരണം ചീസ് വലുതായി കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് മെൽറ്റ് ആവത്തില്ല. മാത്രമല്ല ഉരുള പൊട്ടിയിട്ട് പുറത്തോട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ കുഞ്ഞു കഷ്ണം ചീസ് മതി. അപ്പോൾ എല്ലാ പൊട്ടറ്റോ നമ്മൾ കുഴച്ച മാവ് മുഴുവൻ ഇതുപോലെ ഉരുളകളാക്കി ചീസാക്കി വെക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ഈ സമയം കൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് എടുക്കാം. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂണോളം മൈദമാവ് അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്തിട്ട് കട്ടിയില്ലാതെ നന്നായിട്ട് ഇളക്കി ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ കട്ട്ലറ്റ് മുക്കി പൊരിക്കത്തില്ല, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ ചീസ് ബോൾസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എടുത്ത് ഈ ലിക്വിഡ് ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ എല്ലാ പൊട്ടറ്റോ ചീസ് ബോൾസും ഇതുപോലെ കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മൾ കട്ട്ലറ്റിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. പക്ഷേ കട്ട്ലറ്റിൽ നമ്മൾ മുട്ട നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം ബ്രെഡ് ക്രംസിലിടും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ മുട്ടയിൽ കൂടെ നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. അതുപോലെ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ മാവ് ചേർക്കുക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എല്ലാ ബോൾസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ പൊട്ടറ്റോ ചീസ് ബോൾസ് ഈ എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇട്ടതിന് ശേഷം ഇങ്ങനെ നോക്കി നിൽക്കരുത്. മൂക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം എല്ലാ സൈഡും ഒരുപോലെ മൂത്ത് കിട്ടണം. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കരിഞ്ഞ കളറിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. എന്ന് വെച്ചിട്ട് ഒരുപാട് ഇളക്കി കൊടുക്കുകയും ചെയ്യരുത്. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ഒന്ന് ഉരുട്ടി ഒക്കെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ അതനുസരിച്ചിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്തോളണം. ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും ഇടരുത് കേട്ടോ. ചീസ് പൊട്ടി ഇനി പുറത്തു വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ചീസ് ബോൾസും ഇതുപോലെ നമുക്ക് വറുത്ത് കോരാം.
അപ്പോൾ മീഡിയം ടു സിം ആ ഒരു രീതിയിൽ വേണം ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട്. അപ്പോൾ അതെ നമ്മുടെ ചീസ് ബോൾസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ചീസ് ബോൾസ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കാണുകയല്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആഹാ, ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇതാണ് പൊട്ടറ്റോ ചീസ് ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിസ്സ ഇഷ്ടമുള്ള കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, ഈ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ഇഷ്ടമുള്ള, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.